കച്ചേരി. രചന അവതരണം മിത്രവിന്ദ. ആൻറ്റി, അതിങ്ങി തന്നേ. അഞ്ജലി റിപ്പോർട്ട്സ് അടങ്ങിയ കവർ സുഭദ്രയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. സുഭദ്ര ആ കവർ പിന്നിലേക്ക് മറച്ചു പിടിച്ചു. നീ പ്രഗ്നൻ്റ് ആണെന്നല്ലേ പറഞ്ഞത്? ആ റിപ്പോർട്ട് ഞാനൊന്ന് കാണുന്നെങ്കിൽ നിനക്കെന്താ ഇത്ര പ്രശ്നം? ഏ? പെട്ടെന്ന് സുഭദ്ര ചോദിച്ചതും അഞ്ജലി മറുപടിയില്ലാതെ ഒരു നിമിഷം കിരണിനെ നോക്കി. അവരിരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്ന്. ആ സമയം കൊണ്ട് തന്നെ സുഭദ്ര ആ കവർ തുറന്നു. അതിൽ റിപ്പോർട്ട് എടുത്ത് കയ്യിൽ പിടിച്ചിരുന്നു. അതിലേക്ക് നോക്കിയ സുഭദ്രയുടെ മുഖഭാവം നിമി നേരം കൊണ്ട് മാറി മറിഞ്ഞു. അതിൽ പ്രഗ്നൻസി നെഗറ്റീവ് എന്ന് എഴുതിയ ഭാഗം കണ്ടതും ദേഷ്യത്തെക്കാൾ ഏറെ സങ്കടമായിരുന്നു അവർക്ക് തോന്നിയത്. പെട്ടെന്നത് കണ്ടതും സുഭദ്ര കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കിരൺ എന്തോ പറഞ്ഞ് സുഭദ്രയെ കൺവിൻസ് ചെയ്യാൻ വന്നപ്പോഴേക്കും അവരുടെ കൈ അവൻ്റെ കവളി പതിഞ്ഞിരുന്നു. അടികൊണ്ട കവിൾത്തടത്തിൽ കൈവച്ച് കണ്ണുകൾ അടച്ച് ദേഷ്യം നിയന്ത്രിക്കുകയായിരുന്നു കിരൺ ആ സമയത്ത്. അമ്മ ഇതെന്തറിഞ്ഞിട്ടാ? കിരൺ സുഭദ്രയോട് കയർത്തു. ഇതിൽ കൂടുതൽ ഇനി എന്തറിയാനാണ്? അറിയാനുള്ളതെല്ലാം ഇതിൽ വ്യക്തമായും കൃത്യമായും എഴുതി ചേർത്തിട്ടുണ്ടല്ലോടാ. സുഭദ്രയുടെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെ മുഖം കുനിച്ചു നിൽക്കുകയാണ് അഞ്ജലി. നീ ഇതുപോലെ രണ്ടാമത്തെ തവണയാണ് എന്നെ ചതിക്കുന്നത്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇവൾ ഗർഭിണിയാണെന്ന് എന്നോട് കള്ളം പറഞ്ഞത് എനിക്ക് പൊറുക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് എടുക്കാനുള്ളത് എടുത്തുകൊണ്ട് ഇറങ്ങിക്കോണോ ഈ വീട്ടിൽ നിന്ന്? അവസാന വാക്കുപോലെ സുഭദ്ര അത് പറഞ്ഞതും അഞ്ജലിയും കിരണും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അമ്മേ, ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്ക്, കിരൺ പറഞ്ഞു. ഇനി പുതുതായി എന്ത് കള്ളവാടാ നിനക്ക് എന്നോട് പറയാനുള്ളത്? അതോ ഇനി പുതിയ കള്ളം പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ പൊട്ടിയാക്കാന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? കിരണിനോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും സുഭദ്രയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒരു പേരക്കുട്ടി വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ അവർക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. ആദ്യമൊക്കെ കള്ളമായിരിക്കുമെന്ന് വിശ്വസിച്ചെങ്കിലും പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞപ്പോൾ അവരും ചിന്തിച്ചു, എന്തിൻ്റെ പേരിലാണെങ്കിലും താൻ ഗർഭിണിയാണെന്ന് ഒരു പെണ്ണും കള്ളം പറയില്ല എന്ന്. പക്ഷെ ആ പ്രതീക്ഷകൾക്ക് കൂടിയാണ് ഇവിടെ തിരശ്ശീല വീണിരിക്കുന്നത്. ആൻറ്റി, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്, അഞ്ജലി പറഞ്ഞപ്പോൾ സുഭദ്രയുടെ ദേഷ്യം ഇരട്ടിച്ചു. നീയൊരക്ഷരം മിണ്ടരുത്. ഞാൻ സംസാരിക്കുന്നത് ഞാൻ പ്രസവിച്ച എൻ്റെ മകനോടാണ്. നീ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വരണ്ട. അതാടി നിനക്ക് നല്ലത്. താക്കിയത് പോലെ സുഭദ്ര അഞ്ജലിയോട് പറഞ്ഞു. കിരൺ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. എത്രയും പെട്ടെന്ന് ഇവളെയും കൂട്ടി ഈ വീടിൻ്റെ പടി ഇറങ്ങിക്കോണം. ബിസിനസ് ആവശ്യവുമായി പുറത്തുപോയ ബാലേന്ദ്രൻ തിരിച്ചു വന്നതും അതേ സമയത്ത് തന്നെയാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ അയാൾ കേൾക്കുന്നുണ്ട് സുഭദ്രയുടെ ഉച്ചത്തിലുള്ള ശകാരം. കാര്യങ്ങളത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ബാലേന്ദ്രൻ പെട്ടെന്ന് അകത്തേക്ക് വന്നു. എന്താ സുഭദ്ര, എന്താ പറ്റിയത്? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാണ് ബാലേട്ട? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവനും ഇവളും ചേർന്ന് നമ്മളെ ചതിക്കുകയാണെന്ന്. അപ്പോഴും ബാലേട്ടനല്ലായിരുന്നോ ഇളയ മകനെ വിശ്വാസം? ആ അതെ, അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? സംഭവിച്ചത് എന്താണെന്നോ? ഇക്കഴിഞ്ഞ ദിവസങ്ങൾ ഇത്രയും ഇവനും ഇവളും ചേർന്ന് നമ്മളെ പറ്റിക്കുമായിരുന്നു. ഇവൾക്ക് ഗർഭമില്ല. വീട്ടിൽ തിരിച്ചു കയറാൻ വേണ്ടി നമ്മളോട് പറഞ്ഞ കള്ളമായിരുന്നു അത്. പെട്ടെന്ന് സുഭദ്രയുടെ വായിൽ നിന്നത് കേട്ടതും സുഭദ്രയെ പോലെ തന്നെ ബാലചന്ദ്രനെ തകർന്നു പോയിരുന്നു. ഉള്ളിലൊരു കുരുന്ന് ജീവനുണ്ടെന്ന് പോലും തങ്ങളോട് കള്ളം പറയാൻ പാകത്തിന് തങ്ങളുടെ മകൻ വളർന്നല്ലോ എന്ന ചിന്തയിൽ അയാളുടെ മനം നൊന്തു. ഇനി എന്ത് കാണാൻ നിൽക്കുമോ രണ്ടുപേരും? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സാധനം എടുത്തുകൊണ്ട് ഇറങ്ങാൻ നോക്ക്. സുഭദ്ര ഉച്ചത്തിൽ അലറി. ഒരു വേള ബാലേന്ദ്രൻ്റെ നോട്ടം മുഖം കുനിച്ചു നിൽക്കുന്ന കിരണിലും അഞ്ജലിയിലും ചെന്നെത്തി നിന്നു. സുഭദ്ര, താൻ ഇങ്ങ് വന്നേ. ബാലചന്ദ്രൻ ബലമായി തന്നെ സുഭദ്രയെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ബാലേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത്? എടോ, നമ്മുടെ മോനല്ലേ, നമ്മളല്ലേ അവനോട് ക്ഷമിക്കേണ്ടത്. ക്ഷമയോ? അവനോടോ? ശത്രുക്കൾ പോലും നമ്മൾ ഈ രീതി പറ്റിക്കില്ല ബാലേട്ട. അവൻ എൻ്റെ വയറ്റിൽ തന്നെ കുരുത്തതാണോ? എൻ്റെ സംശയം ഇപ്പോൾ അതാണ്. എടോ, താനൊന്ന് കൂളാക്, എന്നിട്ട് സാവധാനം ആലോചിക്ക്. ശേഷം ഒരു തീരുമാനം എടുത്താൽ മതിയടോ. ഇനി എന്ത് തീരുമാനം എടുക്കാനാ ബാലേട്ട? ഞാൻ ഇത്രമാത്രം ആഗ്രഹിച്ചതായിരുന്നു ഒരു പേരക്കുട്ടി എന്ന് കരുതി ഒരിക്കലും അതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ 2 മക്കളോടും ഞാൻ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല.
എന്നിട്ടും അവൻ എങ്ങനെ തോന്നി എന്നോട് ഇത് തന്നെ പറഞ്ഞു എന്നെ പറ്റിക്കാന്? ബാലേന്ദ്രനോട് അത് ചോദിക്കുന്ന നിമിഷം സുഭദ്ര വിതുമ്പിപ്പോയിരുന്നു. പോട്ടെ സുഭദ്ര, അവൻ്റെ തെറ്റവന് മനസ്സിലായ സ്ഥിതിക്ക് നിനക്ക് അവനോട് ക്ഷമിച്ചൂടെ? ഇല്ല, ഒരിക്കലുമില്ല. ബാലേട്ടൻ വേണമെങ്കിൽ അവനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചോളൂ. പക്ഷേ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഇന്നു വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു മനുഷ്യനോടും തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. അങ്ങനെയുള്ള എന്നോട് ഞാൻ സ്നേഹിക്കുന്ന കുറച്ചു പേരെങ്കിലും അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? പ്രത്യേകിച്ച് എൻ്റെ മകൻ. ബാലേട്ടാ, ഈ കള്ളം ഒരിക്കലും പുറത്തു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അവസാന തീരുമാനം പോലെ സുഭദ്ര പറഞ്ഞു നിർത്തിയതും ബാലചന്ദ്രൻ ആകെ ധർമ്മസങ്കടത്തിലായി. ബാലചന്ദ്രന് ഇഷ്ടമാണ് കിരണിനെ. പക്ഷെ അവനിപ്പോൾ ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. എന്നിട്ടും അവനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് അവനൊപ്പം ഒരു പെണ്ണുകൂടി ഉണ്ടല്ലോ എന്ന് കരുതിയാണ്. ബാലേന്ദ്രൻ മുറിവിട്ട് പുറത്തേക്കിറങ്ങി. അതേസമയം കിരണും അഞ്ജലിയും അവരുടെ റൂമിലേക്ക് പോയിരുന്നു. ബാലചന്ദ്രൻ നേരെ അവരുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. അതേസമയം കിരണും അഞ്ജലിയും തമ്മിൽ വലിയ തർക്കത്തിലായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇങ്ങനൊരു കള്ളം പറയേണ്ടെന്ന്. നിനക്കല്ലായിരുന്നോടി നിർബന്ധം? ഇത് പറഞ്ഞാലേ അമ്മ നമ്മളെ വീട്ടിൽ കയറ്റുള്ളൂ എന്നൊക്കെ. എന്നിട്ടിപ്പോൾ എന്തായി? അവസാനം പെരുവഴി ആയില്ലടി. ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യത്തോടെ അഞ്ജലി അത് പറഞ്ഞതും കിരണിൻ്റെ ദേഷ്യം കൂടി. എല്ലാം എൻ്റെ തെറ്റ്. നീ ഒരുത്തി നിർബന്ധിച്ചതുകൊണ്ടാണ് ഭൂമിയുമായുള്ള കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ ഇറങ്ങി വന്നത്. ആ ഭൂമിയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന സർവത്തിൻ്റെയും അവകാശിയായിട്ട് ഈ വീട്ടിൽ ഞാൻ ഉണ്ടാകുമായിരുന്നു. ദേഷ്യം അതിൻ്റെ ഉച്ചയിലെത്തിയപ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ബോധം പോലും കിരണില്ലാണ്ടായി. ഓഹോ, അപ്പം ഞാൻ കാരണമാണ് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്നാണോ നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത്? അതേടി, അത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും കിരണിൻ്റെ ദേഷ്യം കുറയുന്നില്ല. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ്. നമ്മളിപ്പോൾ ഒരുമിച്ച്. എന്താ നിന്റെ മനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ? എന്ത് ഐഡിയ? അഞ്ജലി ചോദിച്ചു. എടി, അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിൽ പൊടിയിട്ട് ഇവിടെ വീണ്ടും നിൽക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കിരൺ അഞ്ജലിയെ നോക്കി. മുകളിലേക്ക് കയറി വന്ന ബാലചന്ദ്രൻ കൃത്യമായി കേട്ടത് കിരണിൻ്റെ ആ സംസാരമായിരുന്നു. മുറിയുടെ വാതിൽ തുറന്ന് കിടന്നത് ആ സമയം കിരണും അഞ്ജലിയും ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്നൊരു നിമിഷം അഞ്ജലിയുടെ ശ്രദ്ധ വാതിൽക്കലേക്ക് നീണ്ടതും മുറിക്ക് പുറത്ത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന ബാലചന്ദ്രനെയാണ് അവൾ കണ്ടത്. വിളറിപ്പോയി അഞ്ജലി. പെട്ടെന്ന് അച്ഛനെ അവിടെ കണ്ടതിൻ്റെ ഒരു പകപ്പും അച്ഛൻ താൻ പറഞ്ഞത് കേട്ടല്ലോ എന്നതിനുള്ള ഒരു പേടിയും ഉണ്ടായിരുന്നു കിരണിൻ്റെ മുഖത്ത്. ബാലചന്ദ്രൻ ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ നേരെ കിരണിൻ്റെ അടുത്തേക്ക് വന്നു. പടക്കം പൊട്ടുന്നത് പോലൊരു സൗണ്ടാണ് പിന്നീട് അഞ്ജലി കേട്ടത്. അതേസമയം കവളും പൊത്തി നിലത്തേക്ക് ഇരുന്നു പോയിരുന്നു കിരൺ. അഞ്ജലിക്ക് മനസ്സിലായി ആ അടിയുടെ കാഠിന്യം. ഇപ്പോൾ അവൾക്ക് ബാലചന്ദ്രനെ നല്ല ഭയം തോന്നുന്നുണ്ട്. അതേ ഭയത്തോടെ തന്നെ അവൾ അയാളെ നോക്കാനാവാതെ മുഖം കുനിച്ചു. 10 മിനിറ്റ് തരും 2 പേർക്കും കൂടി. 10 മിനിറ്റ്. അതിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതെല്ലാം മറിച്ചാണെങ്കിൽ അടിച്ചിറക്കും ഞാൻ. നന്നായി അറിയാവുന്നതല്ലേ എൻ്റെ സ്വഭാവം. കിരണിനെ നോക്കി ഒരു താക്കീത് പോലെ ബാലേന്ദ്രൻ അത് ചോദിക്കുമ്പോൾ പേടിയോടെ തല അനക്കിപ്പോയിരുന്നു അവൻ. അവനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ബാലേന്ദ്രൻ താഴെ അവരുടെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ സുഭദ്ര കട്ടിലേക്ക് കിടക്കുകയാണ്. അവർ കരയുമായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. പതിയെ സുഭദ്രയ്ക്കരികിലേക്കിരുന്ന് അവരുടെ തലമുടിയിൽ വിരൽ ചേർത്തു. ഭദ്രി, താൻ ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ സത്യം ഇപ്പോഴെങ്കിലും നമുക്കറിയാൻ സാധിച്ചില്ലേ? കൂടുതൽ നാൾ വിഡ്ഢികളായിട്ടിരുന്നിട്ട് ഇതറിയുന്നതിലും എത്രയോ നല്ലതല്ലേടോ അത്. ബാലേന്ദ്രൻ അത് പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലിൽ അയാളുടെ നെഞ്ചിലേക്ക് വീണു സുഭദ്ര. അവരുടെ കണ്ണീരിൻ്റെ നനവ് തൻ്റെ നെഞ്ചിൽ പടർന്നതും ബാലചന്ദ്രന് ഒരു വല്ലാത്ത വിഷമം വന്നു. പോട്ടടോ, അയാൾ അവരുടെ ചുമലിൽ തട്ടി പതിയെ ആശ്വസിപ്പിച്ചു. ഈ സമയം റൂമിൽ കിട്ടിയ സാധനങ്ങളെല്ലാം ബാഗിനുള്ളിൽ കുത്തി നിറയ്ക്കുകയാണ് കിരണും അഞ്ജലിയും. ബാലേന്ദ്രൻ്റെ പെരുമാറ്റം കണ്ടതോടെ അഞ്ജലിക്ക് ഏകദേശം ധാരണ കിട്ടി. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ അവർ തനിക്ക് നല്ല അടി തരുമെന്ന്. അത് മനസ്സിലായതോടെ അവൾ തന്നെയാണ്
ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയത്. അതുവരെ എന്ത് സംഭവിച്ചാലും ഇവിടെ നിന്ന് ഇറങ്ങരുതെന്ന് 100 വട്ടം കിരണിനോട് പറഞ്ഞുകൊണ്ട് നിന്നവർ പെട്ടെന്ന് പെട്ടി പാക്ക് ചെയ്തത് കണ്ട് കിരണിന് ദേഷ്യം വന്നു. നീയല്ലേ അഞ്ജലി എന്നോട് പറഞ്ഞത് എന്തു വന്നാലും ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണമെന്ന്? ഞാനങ്ങനെ പറഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടുകാരിങ്ങനെയാവും. ഈ സത്യങ്ങൾ അറിഞ്ഞാൽ നമ്മളോട് പെരുമാറുകയെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ നമ്മളെ വഴക്കായിട്ട് എന്തെങ്കിലും പറയുമെന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ അടിച്ചു, നിങ്ങളുടെ അമ്മ നിങ്ങളെ അടിച്ചു. ഇനി വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളുടെ ഏട്ടൻ വരും. ഇപ്പോൾ നിങ്ങളെ അടിക്കാൻ തുനിഞ്ഞവർ കുറച്ച് കഴിഞ്ഞാൽ എന്നെയും അടിക്കും. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇനി ഒരു നിമിഷം നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. കിരണിന് വരണമെങ്കിൽ എൻ്റെ കൂടെ വരാം. അല്പനേരം ആലോചിച്ചപ്പോൾ കിരണിനും തോന്നി അഞ്ജലി പറഞ്ഞതിലും ചെറിയ ചില കാര്യങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ ഒരു ട്രോളി ബാഗ് എടുത്ത് അതിലേക്ക് അവൻ്റെ ഡ്രസ്സുകളും മറ്റും എടുത്തു വെച്ചു. പിന്നീട് അധിക നേരം അവിടെ നിൽക്കാതെ രണ്ടുപേരും അവരവരുടെ സാധനങ്ങളുമായി താഴേക്ക് ഇറങ്ങി വന്നു. ആ സമയം സുഭദ്ര അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാലേന്ദ്രൻ ഉമ്മർപടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി മേലിൽ ഈ പടി ചവിട്ടിപ്പോകരുത് രണ്ടുപേരും. അത് പറയുമ്പോൾ ബാലേന്ദ്രൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. പക്ഷെ അവർ പറഞ്ഞ കള്ളത്തിൻ്റെ വ്യാപ്തി അതോർത്തതും അയാൾക്ക് അവരോട് ക്ഷമിക്കാനായില്ല. കിരണിൻ്റെയും അഞ്ജലിയുടെയും കാറ് ആ ഗേറ്റ് കടന്നു പോയതിനു ശേഷമാണ് ബാലേന്ദ്രൻ തിരികെ അകത്തേക്ക് കയറിയത്. എന്തിനു വേണ്ടി അയാളുടെ മിഴികൾ നിറഞ്ഞു. പതിവ് പോലെ കോളേജൊക്കെ കഴിഞ്ഞ് ഭൂമിയുടെയും കാർത്തിയുടെയും കാറ് പോർച്ചിൽ നിർത്തിയപ്പോൾ ഭൂമി തലയിട്ട് പുറത്തേക്ക് ആകമാനം ഒന്ന് നോക്കി. സാധാരണ ഈ സമയം അവരെ നോക്കി സുഭദ്ര വീടിൻ്റെ ഉമ്മർത്ത് തന്നെ നിൽക്കാറുള്ളതാണ്. അമ്മയോടെ ഇല്ലേ? കാർത്തിയോട് അതും ചോദിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറിയത്. അമ്മയോടെ പോവാന്? അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും. കാർത്തി അത് പറഞ്ഞപ്പോൾ ധൃതിയിൽ ഭൂമി അകത്തേക്ക് ചെന്നു. ലിവിംഗ് റൂമിൽ ഇരിക്കുവാണ് ബാലേന്ദ്രൻ. അമ്മയോടെ അച്ഛ? മോളെ, മോൾ അവിടെ നിന്ന് നിന്നു. കാർത്തി എവിടെ? കണ്ടിട്ടും വരുന്നുണ്ട് അച്ഛ. ആ, അവനും കൂടി വരട്ടെ. രണ്ടാളോടുമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബാലേന്ദ്രൻ അത് പറഞ്ഞു നിന്നപ്പോഴാണ് കാർത്തി അകത്തേക്ക് വന്നത്. അച്ഛ, എന്തു പറ്റി? ബാലേന്ദ്രൻ്റെ മുഖം വല്ലാതിരിക്കുന്ന കണ്ടത് കാർത്തി ചോദിച്ചു. രാവിലെ അവിടെ നടന്ന കാര്യങ്ങൾ അവരിരുവരോടുമായി ബാലേന്ദ്രൻ പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ കാർത്തികിൻ്റെ മുഖവും ഞരമ്പും വലിഞ്ഞു മുറുകി. എങ്ങനെ അവന് തോന്നി ഇതുപോലൊരു കള്ളം പറയാൻ? ഒരു ചോദ്യം പോലെ കാർത്തി അത് ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ മൗനമായി നിന്നതേ ഉള്ളൂ. അമ്മയുടെ അച്ഛ? ഇതറിഞ്ഞപ്പം മുതൽ മുറിയിൽ കിടക്കാൻ തുടങ്ങിയതാ. ഉച്ചയ്ക്ക് ആഹാരം പോലും കഴിച്ചിട്ടില്ല ഈ നേരം വരെ. ബാലേന്ദ്രൻ അത് പറഞ്ഞതും ഭൂമി നേരെ സുഭദ്രയുടെയും ബാലേന്ദ്രൻ്റെയും മുറി ലക്ഷ്യമാക്കി നടന്നു. കണ്ണു തുറന്ന് ഒരു വശം ചരിഞ്ഞു കിടക്കുകയായിരുന്നു സുഭദ്രയപ്പോൾ. അമ്മേ, എഴുന്നേക്കമ്മേ. അവരുടെ കരഞ്ഞു വീർത്ത മുഖം ഭൂമിക്ക് വല്ലാത്ത വിഷമം വന്നു. പെട്ടെന്ന് നിമി നേരത്തിനുള്ളിൽ തന്നെ സുഭദ്ര ഭൂമിയുടെ ചുമലിലേക്ക് മുഖം പൂഴ്ത്തി. അവരുടെ കണ്ണീരിൻ്റെ ചൂട് തൻ്റെ തോളിൽ പതിഞ്ഞതും ഭൂമിക്ക് മനസ്സ് വേദനിച്ചു. കുറേ സമയമെടുത്താണ് സുഭദ്ര പഴയതുപോലെ ആയത്. അപ്പോഴേക്കും ഭൂമി തന്നെ പോയി എല്ലാവർക്കുമുള്ള ചായയുമായി വന്നു. ചായ ഒന്ന് കുടിക്കാൻ നിൽക്കാതെ സുഭദ്ര അവരെല്ലാവരും ചേർന്ന് അവളാണ് ആഹാരമൊക്കെ കഴിപ്പിച്ചത്. അതിനുശേഷം ഭൂമി മുകളിലെ മുറിയിലേക്ക് പോയി. കാർത്തി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഭൂമിയാണ്. എന്തു പറ്റി? എന്താ ഈ നേരത്തൊരു കിടപ്പ്? കാർത്തി അവളോട് ചോദിച്ചു. വല്ലാത്തൊരു തലവേദന, ഒന്ന് കിടന്നാൽ ചിലപ്പോൾ മാറും. ഇതിപ്പോൾ 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. തനിക്ക് എന്തൊക്കെയോ വയ്യായികൾ. ക്ലാസ്സും പ്രാക്ടീസും എല്ലാം കൂടി താൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആകും. കാർത്തിയ പറഞ്ഞതിന് ഭൂമി ഒന്നും മൂളി. തനിക്ക് കുടിക്കാൻ കോഫി വല്ലതും വേണോ? വേണ്ട, ഉറങ്ങിയാൽ ശരിയാകും. എങ്കിൽ താൻ കിടക്ക്, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. കുറച്ചു നേരം അമ്മയോടൊപ്പം ഇരിക്കട്ടെ. കാർത്തി അത് പറഞ്ഞപ്പോൾ ഭൂമി കിടന്നുകൊണ്ട് തന്നെ ഒന്ന് തലകുലുക്കി. കാർത്തി മുറിവിട്ടിറങ്ങിയതും ഭൂമി പതിയെ കണ്ണുകൾ അടച്ചു. അപ്പോഴാണ് മേശയുടെ മുകളിലിരുന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഭൂമി കയ്യെത്തിച്ച് ഫോൺ എടുത്തതും അതിൽ സുമയുടെ പേര് തെളിഞ്ഞു. അല്പം ടെൻഷനോടെയാണ് ഭൂമി ഫോൺ എടുത്തത്. എന്തായി ഭൂമി? ഭൂമിയുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും കേൾക്കാതെ വന്നോടെ സുമയ്യ വീണ്ടും സംസാരിച്ചു. ഭൂമി,
നീ കേൾക്കുന്നില്ലേ? ഉണ്ട്. എന്തായി? നീ ടെസ്റ്റ് ചെയ്തോ? ഇല്ല. തുടരും. സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. നമ്മുടെ പുതിയ കഥ വായിക്കണേ. ജഗനും ജാനിക്കുട്ടിയും.